പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് പോയി. ഞാൻ ആക്ച്വലി ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട്. ഈ ബോഡി ഷേമിങ് ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വ്യക്തിയാണ് കീർത്തന ചേച്ചി. ഒരു കോമന്റ് ഈ പുള്ളിക്കാരനെ റിലേറ്റ് ചെയ്തിട്ട് ഈ തടിച്ചി അവൻ വേണ്ടാന്ന് വെച്ചതിൽ ഒരു തെറ്റുമില്ലെന്നോ അങ്ങനത്തെ ഒരു വേഴ്സ് ആയിട്ടുള്ളൊരു കമന്റ് ആണ്. ഇതിലൊന്നും പെടാത്ത ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ റെക്കോർഡഡ് ആയിട്ട് ഞാൻ ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട്. ഞാനത് ആക്ച്വലി ഫാമിലിയുടെ അടുത്ത് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. ആ ടൈം ഞാൻ എന്താ പറയാ ദിസ് ഷാൽ ടു പാസ് എന്ന് പറയുന്ന പോലെ ഞാൻ അതിനെ കല്യാണത്തിന് കണ്ടിട്ടില്ല. എന്താ ശരിക്കും കല്യാണത്തിന് പോകത്തെ? എന്നെ വിളിച്ചില്ല, നമ്മുടെ ഗ്യാങ്ങിൽ ആരെയും വിളിച്ചില്ല. ആ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ അവിടെ വാനിഷ് ആയി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങ് സൈലൻസ് അങ്ങ് കീപ്പ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഒത്തിരി ലൈഫ്സ് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ചില ആൾക്കാരുടെ ലോകം ഭയങ്കര ചെറുതാണ്. അപ്പൊ ആ ലോകത്ത് അവർ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. ആ ഒരു നെഗറ്റീവിലും ഞാൻ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഒരാളെ കണ്ട് പെട്ടെന്ന് എൻ്റെ അതേ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും വീടരുത്. നമ്മൾ അവർക്ക് ഇടുന്ന ഒരു 100 പോലെ 50 എങ്കിലും അവർ തിരിച്ചിടുന്ന ആൾക്കാരായിരിക്കണം തോന്നിയ. ഉത്ര ചേച്ചിയെ പോലൊരു ഡാൻസർ ആയിരുന്നു മൃദുല ചേച്ചി. നിങ്ങളുടെ ആ കോംബോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതില്ലാതായിരുന്നപ്പോൾ കുറെ പേര് തിരക്കിയിട്ടുണ്ടായിരുന്നല്ലേ? എനിക്കങ്ങനെ അങ്ങനെ ഒരു വിഷമം അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല. ഞാനിങ്ങനെ പറഞ്ഞില്ല, ആ ഒരു ലൈഫ്, ആ ഒരു 1 മന്തിൽ എൻ്റെ വർക്ക് അവരുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈഡുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരായിരുന്നു. എനിക്കൊന്നും 6 മന്ത്സോളം ഞാൻ കാശ്മീരായിരുന്നു. കോൺട്രവേഴ്സി എന്തെങ്കിലും ലൈഫിൽ ഒരു റോളർ കോസ്റ്റർ ഇത് വേണ്ടേ? അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഒരാള് എല്ലാവരുടെ സ്റ്റോറിയിലും നല്ല ആളായിരിക്കത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ജീവിക്കാൻ നിന്നാൽ നമുക്ക് അതിനെ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ വിഷമം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണെന്ന് ഉള്ളത് ആർക്കും അറിയത്തില്ല. എൻ്റെ റിയൽ ക്യാരക്ടർ ആർക്കും അറിയത്തില്ല. അപ്പോൾ അതറിയാതെ ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമമാവുന്നത്. പിന്നെ അമ്മേനെ പറയുമ്പോൾ, അച്ഛനെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പേഴ്സണലി വിഷമമാവുന്ന കാര്യമാണല്ലോ. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലൈഫ് സ്റ്റൈൽ വ്ളോഗറും അതേപോലെ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള നമ്മുടെ കീർത്തന രവീന്ദ്രനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അല്ലേ? എല്ലാവർക്കും ഒന്നും അറിയില്ല. ഈ ഒരു വീഡിയോ വരുമ്പോ ആദ്യം കമന്റ് വരാൻ പോകുന്ന ഇവളാരാ, ഇവളേതാ, ആ ഒരു കമന്റ് എല്ലാ ഇന്റർവ്യൂവിലും മസ്റ്റ് അല്ലേ? അതെ. അപ്പം കുറച്ചുപേരും കൂടി അറിയും എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അല്ലേ? അറിയട്ടെ. അപ്പോ ഈ ലൈഫ് സ്റ്റൈല്, അതായത് വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കും അല്ലേ ചെയ്ത? ആരാണ് സപ്പോർട്ടർ? അമ്മയാണോ ഫാമിലിയാണോ? സപ്പോർട്ടർ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ അതിൻ്റെയേറെ സപ്പോർട്ടാണ്. പക്ഷെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. ഇപ്പൊ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2016 ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരുപാട് കോൺട്രവേഴ്സി ഏറ്റുവാങ്ങിയ ഒരാളാണ് കീർത്തന ചേച്ചി അല്ലേ? അതെ. അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കുത്തിയിരുന്ന് കമന്റ്സ് നോക്കാറുണ്ടോ? ഇല്ല. കമന്റ്സ് വായിക്കുന്ന കുറവാണ്, ഭയങ്കര കുറവാണ്. കാരണം ഈ ഫോൺ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ വരുന്ന കമന്റ്സ് ആണ് കൂടുതൽ ഞാൻ കാണാറ്. കോൺട്രവേഴ്സി എന്തെങ്കിലും ലൈഫിൽ ഒരു റോളർ കോസ്റ്റർ ഇത് വേണ്ടേ? അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, നമ്മളിപ്പം വ്ളോഗ്സിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. സോ സ്റ്റഡീസ് എങ്ങനെയാണ്, വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കുറെ പേർക്ക് അറിയണമെന്നുണ്ട്, എനിക്കും അറിയണമെന്നുണ്ട് ആക്ച്വലി. വർക്ക് ചെയ്യാണോ? അല്ലല്ല, ഞാനിപ്പം ആക്ച്വലി ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് ഇത് തന്നെ ഒന്ന് ഫുൾ സ്ട്രീം ആക്കിയാൽ കൊള്ളാന്നുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കാണ്. മേ ബി കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. സ്റ്റഡീസ് പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ മാർ ഇവാനിയസ് കോളേജ് ട്രിവാൻഡ്രത്താണ് എൻ്റെ BCom കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MCom കംപ്ലീറ്റഡ് ആണ്. അതേ ഉള്ളൂ ആകെയുള്ള ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർ ആവണം എന്നാണ്. ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, ഫാമിലിയിലെ ഇപ്പം നമ്മളിപ്പം വ്ളോഗറായി തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്?
അങ്ങനെ വലിയ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മയാണെങ്കിൽ പിന്നെ പാഷന്റെ പിറകെ വിട്ടേക്കാണ് ഇന്നേ വരെ. ഇവൻ സ്റ്റഡീസിൽ പോലും അത് അച്ഛനായാലും അമ്മയായാലും ഇതുവരെ സയൻസ് എടുക്കുക, കൊമേഴ്സ് എടുക്കുക, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താണോ ഇഷ്ടം ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. ഫാമിലി ഫുൾ അങ്ങനെയാണ്, ഇതുവരെ അങ്ങനെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അച്ഛനൊരു 7 years മുമ്പേ മരിച്ചുപോയി. അപ്പം അമ്മയാണ് എല്ലാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു സന്തൂർ മമ്മിയാണ് അല്ലേ? സന്തൂർ മമ്മിയാണ്. അമ്മയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ചേച്ചി. അമ്മയ്ക്ക് അമ്മ ഭയങ്കര പ്ലസന്റ് അല്ലേ? അപ്പം അത്രയും എന്താ പറയാ, അങ്ങനെ യങ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാരും ഭയങ്കര കാര്യമാണ്. പുറത്തിറങ്ങുമ്പോഴേക്കേ ഈ ഫാൻസിന്റെ ശല്യം എനിക്കോ? ഞാൻ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളാണ്. ഞാൻ ശരിക്കും തറയെ നോക്കിയാൽ നടക്കുന്നത്. കൂടെ ഉള്ളവർ ഐഡന്റിഫൈ ചെയ്ത്. ഇപ്പൊ എന്റെ അനിയത്തിന്റെ മെയിൻ ഹോബിയാണ് ഇപ്പം ചേച്ചിയുടെ ഫാൻസ്. ഇപ്പൊ ഒന്നും വേണ്ടും റെഡി 1 2 3 അങ്ങനെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നവര്. പക്ഷെ എനിക്ക് ഭയങ്കര ഫാൻസ് എന്ന് വിളിക്കുന്നതിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. ഫോളോവർ എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഞാനും ഒത്തിരി പേരുടെ ഫോളോവർ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഫാൻഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടാവണോന്ന് ആഗ്രഹമില്ലേ? എനിക്ക് ബ്ലൈൻഡ് ഫാൻസിനോട് ഭയങ്കര താല്പര്യമില്ലാത്ത ഒരാൾ. അങ്ങനെ ഒരാളാവണ്ട എന്ന് വെച്ചാൽ, അങ്ങനെ ആൾക്കാരാവുന്നതിലൂടെ എനിക്ക് എതിർപ്പുള്ള ഒരാളാണ്. ഞാനും അങ്ങനെ ആരുടെയും ബ്ലൈൻഡ് ഫാനൊന്നും അല്ല. എനിക്ക് ഇഷ്ടമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വാവ് ഫാക്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മീൻസ് പ്രതീക്ഷിക്കാതെയൊക്കെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഈ ഒരു ഫോളോവേഴ്സിനെ കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. മെയിനായിട്ടും പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് എയർപോർട്ട്സിലാണ്. ഞാൻ എപ്പോഴും ലഗേജിൽ വെയിറ്റ് കൂടുതലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ത് റീസൺ പറയും, പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നതെന്ന് പറയാം, ബുക്ക് ഒത്തിരി ഉണ്ടെന്ന് പറയാം. പക്ഷെ മെയിനായിട്ട് ഞാൻ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളായിരിക്കും കൂടുതൽ. അങ്ങനെ എനിക്ക് ഒരിക്കൽ ഖത്തർ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ഫോളോവർ ആ ഒരു ക്യാബിൻ ക്രൂവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വെയിറ്റിന് എനിക്ക് പേയ്മെന്റ് ചെയ്യാനോ അതേപോലെ ഒരു വലിയ ക്യൂവിൽ നിൽക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ആ ഒരു എന്താ പറയാ, ഒരു പ്രിവിലേജ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമ്മളെ ഒരാള് എന്താ പറയാ ഇത്രയും അല്ലെ നമ്മളിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കാണുന്നത് വലിയ കാര്യം തന്നെയാണ്. ആൾക്കാരുടെ ഇപ്പൊ ഈ നമ്മള് നെഗറ്റീവും അല്ലാണ്ടുള്ള കമന്റ്സും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഐഡിയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് മാത്രം മതി നമ്മൾ പോലുള്ളവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ. എനിക്കൊന്നും ഒരു വ്ളോഗറും ഇൻഫ്ലുവൻസറും മാത്രമല്ല, ഒരു ഡാൻസറും കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എതിർക്കും. കാരണം ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ ഒന്നും അല്ല. എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആണ്. ഞാൻ ഡാൻസിങ്ങിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇനി പോയി പഠിക്കണം, ക്ലാസിക്കൽ ആയാലും വെസ്റ്റേൺ ആയാലും ഒക്കെ പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്കില്ലിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അഭിനയം വശമുള്ള ഒരാളാണ്, എല്ലാം കയ്യിലുള്ള ഒരാളാണ് കേട്ടോ. അഭിനയം എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വീഡിയോ അല്ലേ 4 million ഒക്കെ ആയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. അത് നമ്മൾ കുറെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതൊന്നും അല്ല. തലേന്ന് തീരുമാനിച്ച് പിറ്റേന്ന് പോയി ചെയ്തതാണ്. ചെങ്കൽച്ചുള്ള ട്രിവാൻഡ്രത്താണ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും അതൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ആ ഫിലിം നമ്മൾ കണ്ടവരുണ്ട്. ചിലപ്പോ അതേപോലെ ഞാൻ ഫിലിം കണ്ടില്ല. പാട്ട് പോലും ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് കാണും ചെയ്യും. അങ്ങനെ ചെയ്ത എല്ലാം ഒറ്റ ടേക്കിലാണ് അത് ചെയ്തു പോയത്. ആ ഫിലിം കണ്ട ഒരാളാണ് ഞാൻ. ശരിക്കും നമ്മളത് കാണുമ്പോൾ അതേ ആ ഓരോ സീൻസും ക്രിയേറ്റ് ചെയ്തു ഭയങ്കര അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തു. അല്ല എന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും. അതേപോലെ എനിക്ക് തോന്നുന്നു കൂടെ ആക്ട് ചെയ്തത് അഭയാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അഭയ് എന്ന് പറയുന്ന ഫ്രണ്ട് അല്ലേ കൂടെ അല്ല ഡാൻസിനൊക്കെ വരുന്ന, ഡാൻസ് അല്ല ആക്ടിങ് ആണ്. ഇപ്പം ഡാൻസ് ചെയ്തോ എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഡാൻസിൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, മുൻപൊരു എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അതൊരു ബ്രേക്കപ്പിലേക്ക് പോയി, ഫ്രണ്ട്ഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് പോയി. സോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് ശരിക്കും അതങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ഒന്നും ആയിട്ടില്ല. ഈ കമന്റ് സെക്ഷനിലുള്ള ഈ കഥാകൃത്തുമാരാണ് അതിനെ സ്റ്റാർട്ട് ചെയ്ത് വേറെ എന്തൊക്കെയോ കഥകളാക്കി അതിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും ലൈക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതൊരു ബ്രേക്ക് ആയിട്ടൊന്നുമില്ല. നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. നമ്മുടെ ബിസിനസ് ലൈക്ക് ഈ ഒരു കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പം എന്തെടുത്താലും ഒരു കോൺട്രവേഴ്സി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അതിനെ കാണുന്നത്
ശരിക്കും ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഒത്തിരി ലൈഫ്സ് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കമന്റ്സ് കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ചില ആൾക്കാരുടെ ലോകം ഭയങ്കര ചെറുതാണ്. അപ്പൊ ആ ലോകത്ത് അവർ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന എന്റെ കമന്റ് ബോക്സിലാണ്. അതുവഴി അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമെന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, എനിക്കല്ലേ അതിന്റെ ആ ഒരു നല്ലത് കിട്ടുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടത്തില്ലേ, അത് മതി. ആ ഒരു നെഗറ്റീവിലും ഞാൻ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം പ്രവീൺ, പ്രണവ് എന്ന് പറയുന്ന 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ലൈക്ക് കല്യാണത്തിന് കണ്ടിട്ടില്ല. അപ്പം എന്താ ശരിക്കും കല്യാണത്തിന് പോകത്തെ, വിളിക്കാത്തതാണോ അതോ? അല്ല, എന്നെ വിളിച്ചില്ല. ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ്. അപ്പൊ അല്ലാതെ ഞാനും പ്രവീണും മാത്രമല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫുൾ ഗ്യാങ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ക്ലോസ് വെഡിങ് ആയിരുന്നു, ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു വെഡിങ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ ആരെയും വിളിച്ചില്ല, എന്നെയും വിളിച്ചില്ല. പക്ഷെ കഥ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് കീർത്തനയെ വിളിച്ചില്ല, ആ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ അവിടെ വാനിഷ് ആയി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങ് സൈലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അല്ല, പല വ്ലോഗിലും ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? കാരണം നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചേച്ചിക്ക്. എനിക്കങ്ങനെ എല്ലാവരും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരു കോട്ടില്ലേ നമ്മൾ പറയുന്ന പോലെ, എന്ന് വെച്ചാൽ എല്ലാവരുടെ ഒരാള് എല്ലാവരുടെ സ്റ്റോറിയിലും നല്ല ആളായിരിക്കത്തില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ജീവിക്കാൻ നിന്നാൽ നമുക്ക് അതിനെ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കൊരു ഗോളുണ്ട്, എനിക്ക് പേഴ്സണലി ഒരു ഗോളുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പിറകെ പോകുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ ഞാൻ അങ്ങ് ഇഗ്നോർ ചെയ്യും, സൈലൻസ് കീപ്പ് ചെയ്യും. പിന്നെ അൺസഹിക്കബിൾ ആയിട്ട് വരുമ്പോഴത്തേക്കും മാത്രം എന്തെങ്കിലും ഒരു റിയാക്ഷൻ കമന്റിലൂടെ കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇതിനെ അങ്ങ് വലിച്ച് ഈ ആൾക്കാർ പറയുന്ന പോലെ ആക്കാനുള്ളൊരു ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ആൽബം മീൻസ് നമ്മളൊരു രണ്ട് ഫിലിം സോങ്സ് റീക്രിയേറ്റ് ചെയ്തു. നമ്മളൊരു ഗ്യാങ് ആയിട്ട്, ഒരു വെഡിങ് കമ്പനിയും ഞാനും പ്രവീണും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്യാങ് ആയിട്ട് ഒരു രണ്ട് മ്യൂസിക് വീഡിയോ ആണ് തോന്നുന്നത്. എനിക്കൊന്ന് ഒറ്റ മാസത്തിൽ നടന്ന കാര്യങ്ങളാണ്. മന്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സോങ്ങും മന്തിന്റെ എൻഡിൽ ഒരു സോങ്ങും. ഇതിന്റെ ഇടയ്ക്ക് ഈ ഷൂട്ട്സിന് വേണ്ടിയിട്ട് റിലേറ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോഴൊക്കെ ഡാൻസ് വീഡിയോസ് ചെയ്യും. അങ്ങനത്തെ ആ ഒരു ടൈം പീരീഡിലത്തേക്കുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വ്ളോഗിങ്, അവരുടെ മെയിൻ സ്ട്രീം വ്ളോഗേഴ്സ് ആണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഈ ഇൻസ്റ്റഗ്രാം ആണ് കൂടുതലും. അപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗോൾസ് ഡിഫറെന്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മീറ്റ് ചെയ്താലല്ലേ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് പോലത്തെ യാതൊരു രീതിയിലുള്ള അല്ലേ റിലേഷൻസ് ഒന്നുമില്ല, വെറുതെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാണ്. എന്തിനാ ഇങ്ങനെ അല്ലേ? പറയട്ടെ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കമന്റ് ബോക്സിൽ അതുണ്ട് അല്ലേ? അത് കാണുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തോരം കാര്യങ്ങൾ വേറെ ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ അതിനുശേഷം എന്തോരം ലൈഫ് ഇവന്റ്സിലൂടെ കടന്നുപോയിട്ടൊന്നും അത് മാറുന്നില്ല. മേ ബി ആ ഓൾഡ് വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് കമന്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. അല്ല, ആ ഫാമിലി ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടോ? ഫാമിലി ആയിട്ട് റിലേറ്റീവ്സ് കുറച്ചുപേരെ പരിചയമുണ്ട്. അവിടെ പോയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട്സ് ഉണ്ട്. അവരുമായിട്ട് ഭയങ്കര കോണ്ടാക്ട് ഇല്ല. ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങൾക്ക് നമ്മൾ എല്ലാവരും ആ ഗ്യാങ്, ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അതൊരു ഫുൾ ഗ്യാങ് ആണ്. ലൈക് സിനിമാറ്റോഗ്രാഫി ഉണ്ട്, ഫോട്ടോഗ്രാഫർ ഉണ്ട്, എഡിറ്റർ ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു കീർത്തന ചേച്ചിയെ പോലൊരു ഡാൻസർ ആയിരുന്നു മൃദുല ചേച്ചി. അപ്പോ നിങ്ങളുടെ കോംബോ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതില്ലാതായിരുന്നപ്പോ കുറെ പേര് തിരക്കിയിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ഒരു ഇന്റർവ്യൂ ആയാലും എന്ത് കാര്യത്തിലായാലും നെഗറ്റീവ് കമന്റ്സ് ആണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. പോസിറ്റീവിലോട്ട് നമ്മൾ വരാറില്ല. അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കും, ഇയാൾ എന്തുകൊണ്ട് പോസിറ്റീവ് കമന്റ്സിന് ഇതേപോലെ ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അത് കണക്ക് തന്നെയാണ്. ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ ഒരു ഇത് കാണാത്തതുകൊണ്ട് അവർക്കൊക്കെ വിഷമം ഉണ്ടായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു വിഷമം, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. ഞാനിങ്ങനെ പറഞ്ഞില്ല, ആ ഒരു ലൈഫ്, ആ ഒരു 1 മന്തിൽ എന്റെ വർക്ക് അവരുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈഡുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരായിരുന്നു. എനിക്കൊന്നും 6 മന്ത്സോളം ഞാൻ കാശ്മീരായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിനൊക്കെ വളച്ചൊടിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സ് തന്നെയാണ്. ഈ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോഴേ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ വിഷമം വരുന്നതെന്ന് വെച്ചാല്, ഞാൻ എങ്ങനെയാണെന്ന് ഉള്ളത് ആർക്കും അറിയത്തില്ല. എന്റെ റിയൽ ക്യാരക്ടർ ആർക്കും അറിയത്തില്ല. അപ്പൊ അതറിയാതെ ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമാവുന്നത്. പിന്നെ അമ്മേനെ പറയുമ്പോൾ, അച്ഛനെ പറയുമ്പോൾ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും പേഴ്സണലി വിഷമാവുന്ന കാര്യമാണല്ലോ. അല്ലാണ്ട് വലിയ വിഷമം തോന്നുന്ന ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ 2 മക്കളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അമ്മ അല്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ട് ഇനി ഇല്ലെങ്കിൽ കമന്റ് ബോക്സ് കാണുമ്പോഴത്തേക്കും ശരിക്കും ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരാളായിരിക്കും. ഞാൻ ആക്ച്വലി ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞില്ലേ, ഈ ഒരു കമന്റ് ബോക്സ് നമ്മളിപ്പോ എത്രയൊക്കെ നമുക്ക് നെഗറ്റീവ് കമന്റ്സിനെ ഇഗ്നോർ ചെയ്യുന്നെന്ന് പറഞ്ഞാലും
കുറേ നെഗറ്റീവ് കമന്റ്സ് ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് തന്നെ എന്നെ ഭയങ്കരമായിട്ട് തകർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാത്ത ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ റെക്കോർഡഡ് ആയിട്ട് ഞാൻ ഒത്തിരി ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈക്ക് ഇത്രയും പഠിച്ചിട്ട് ഇവിടെ നിന്നാലോ മറ്റേത് പോണ്ടേ എന്നൊക്കെ ഉള്ള കുറേ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഞാനത് ആക്ച്വലി ഫാമിലിയുടെ അടുത്ത് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. അവര് പോലും എൻ്റെ ജോഷ് ടോക്സ് ഒക്കെ കണ്ടിട്ടാണ് അതറിയുന്നത് തന്നെ. ഞാൻ തന്നെ സോർട്ട് ഔട്ട് ചെയ്യായിരുന്നടാ. ആ ടൈം ഞാൻ എന്താ പറയാ, ദിസ് ഷാൽ ടു പാസ് എന്ന് പറയുന്ന പോലെ ഞാൻ അതിനെ മാറ്റിയെടുത്തു. ഈ ലൈഫിലേക്ക് ട്രോമ വരാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം അതിന് ഓവർകം ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി സപ്പോർട്ടാണ് അതിന് ഏറ്റവും വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ലേ? അതെ അതെ, എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഒരു ക്ലോസ് സ്പേസ് ആണ്. ഇപ്പൊ നിങ്ങൾ തന്നെ വന്നപ്പോൾ കണ്ടില്ലേ, ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ആണ്. അവരെല്ലാം അബ്രോഡ് ആണ് ആക്ച്വലി. ഓണം അങ്ങനത്തെ സെലിബ്രേഷൻസിനൊക്കെയാണ് നാട്ടിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ നോർമലി ഇപ്പം ഒരു ഫാമിലി എടുത്താൽ പിറകുന്ന് കൊത്താൻ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരില്ല ഇവിടെ. ഭയങ്കര ഫണ്ണാണ് ഇവിടെയൊക്കെ. ഫുള്ള് ഡാൻസ് ഫ്ലോർ ആണ് നമ്മുടെ. എല്ലാവരും നാട്ടിൽ വന്നാൽ അത്രയും സപ്പോർട്ടാണ്. ഇപ്പൊ ഞാനൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഓണത്തിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ലൈവായിരുന്നു. ഡാൻസ് കളിക്കാം വാ, എല്ലാവരും കൂടെ മുറ്റത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു ഫാമിലി കിട്ടിയതിലും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ അമ്മയ്ക്ക് ഫാൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയെ തിരക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അമ്മേനെ ഇനിയും വീഡിയോയിലേക്ക് കൊണ്ടുവരില്ലേ? പിന്നെ എന്താ, അമ്മ ഭയങ്കര അമ്മയുടെ സിസ്റ്റർ ഉണ്ടോ, ഇതിന്റെയും വൈബാണ്. വൈബ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഫൺ ഇന്റർവ്യൂ ആയിരുന്നു. അത്രയ്ക്ക് രസമാണ്. അപ്പൊ അവർ രണ്ടുപേരായാലും ഒരു വീഡിയോ എടുക്കാൻ വരുമോ എന്നൊന്നും ഞാൻ ചോദിക്കണ്ട, എനിക്കൊരു വീഡിയോ എടുക്കണം, അത്രേ ഉള്ളൂ. രണ്ടുപേരും അപ്പോഴേ റെഡിയാണ്. ശരിക്കും ഈ ഒരു ഏജിൽ ഇങ്ങനെ മോളെ കൂടെ ഒക്കെ ഇങ്ങനെ എന്താ പറയുക, എന്റെ അമ്മയ്ക്കാണെങ്കിലും ഒന്ന് സൈഡിൽ വലിയും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അങ്ങനെ എന്റർടൈൻമെന്റ് അധികം ടെൻഷനാണ്. അതില്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം, എന്റെ അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പൊ ഈ കോളേജ് ടീച്ചേഴ്സും അല്ലെങ്കിൽ കോളേജ് ലെക്ചറേഴ്സും സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് ഇടപഴകുന്ന ആൾക്കാര് ചെറിയ പിള്ളേരാ. അപ്പൊ അവർക്ക് ആ ഒരു മൈൻഡ് അങ്ങനെ ആയതുകൊണ്ട് എന്നുവെച്ചാൽ അമ്മയുടെ സ്കൂളിലെ പിള്ളേരൊക്കെ സുജി ടീച്ചർ ഉണ്ടെങ്കിലേ ടൂർ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വൈബ്, അത്രയും വൈബ് ഒരു ടീച്ചർ ഉണ്ടെങ്കിലേ നമ്മളായാലും, അല്ലെങ്കിൽ വൈബ് ഇല്ലാത്ത ടീച്ചർ നമുക്ക് വേണ്ട, അയ്യോ വേണ്ട, നമ്മൾ വരുന്നില്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു പിള്ളേരുടെ കൂടെ നിന്ന് രണ്ടുപേരും, അമ്മയായാലും കുഞ്ഞമ്മയായാലും ആ ഒരു വൈബായി കഴിഞ്ഞു. അതുകൊണ്ട് ഈസിയാണ് എനിക്ക് നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അമ്മയ്ക്ക് തന്നെ അമ്മയുടെ സ്കൂളിലെ ഒത്തിരി പേരെ കാണുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പൊ അമ്മ വിചാരിക്കും, അത്രയ്ക്കൊന്നും ഇല്ലല്ലോ, ഇത് ചെറിയ കാര്യമല്ലേ, ചെയ്തോ. ആ ഒരു മൈൻഡാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ സിസ്റ്ററിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ സിസ്റ്റർ എന്താ ചെയ്യുന്നത്? സിസ്റ്റർ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഡൽഹിയിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുടെ പേര് തന്നെയാണ്. ആളുടെ പേര് ഇന്ത്യ രവീന്ദ്രൻ, INDIA. അത് ഭയങ്കര വെറൈറ്റി ആണ്. അത് മാത്രമാണ്. പിന്നെ എന്റെ ഇപ്പം എന്താ പറയാ, അമ്മ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പൊ നാട്ടില് 3 വർഷമായിട്ട് ഡൽഹിയിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നാൽ തന്നെ ഒരു പരാതി ഇല്ലാണ്ട് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാത്തിനും ആളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല എന്താ പറയാ, നല്ല സപ്പോർട്ടറാണ്. എന്റെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. ഈ സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു എന്താ പറയാ, ഒരു ബോണ്ടിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വ്ളോഗിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാറുണ്ടോ? സർപ്രൈസ് എന്റെ ഒരു വീക്ക്നെസ് ആണ്. അതെ, സിനിമയിൽ പറഞ്ഞല്ലോ ഇതൊക്കെ എന്റെ വീക്ക്നെസ്. അതെ അതെ, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ട്സ്, എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും, ഞാൻ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിന് ഫോൺ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി വർഷത്തെ എന്റെ ആഗ്രഹമാണ്. കാരണം ഞാൻ ഇത്രയും നാളെന്ന് വെച്ചാല് കാശ് കിട്ടുന്നു ചെലവാക്കുന്നു. ആ ഒരു സേവിങ്സിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഓൾറെഡി ജോലിയുണ്ട്, എനിക്ക് വീട്ടിലെന്നുള്ളൊരു മറ്റൊരു ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി സാധനങ്ങളൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ചെലവാക്കൊണ്ടിരുന്ന പിന്നെ ആദ്യം ഇതിൽ ഏർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ കൂടെ ഒരു വെൽവിഷറായിട്ട്, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വെൽവിഷറായിട്ട് ആ ഒരു ടോക്സിറ്റി ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് എനിക്ക് ചെറുതിലെ തൊട്ടുള്ള. അവരാണ് എന്റെ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പൊ അവർക്കെല്ലാം ഫോണും അവരുടെ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിയത് തന്നെ. സീരിയസ്ലി, ഒരു വീഡിയോ എടുക്കാൻ ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങുന്നത് എന്റെ 4 ഫ്രണ്ട്സിന് ഫോൺ വാങ്ങിക്കൊടുത്തത്. അത് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, 2 പേരുടെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റി. അന്നും ഈ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 2020, 21, 22 ആ ടൈമിലാണ്.
അപ്പൊ അതേപോലെ എന്റെ കൂടെ ഉള്ളവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് സർപ്രൈസിലൂടെ തന്നെ ആവണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം അവർ വെറുതെ കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു മൊമെന്റ്സ് അവർ മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. അത് അത്രയും ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഞാൻ അത്രയും ക്ലോസ് സ്പേസിൽ കൂടെ നിർത്തുന്നത്. ലൈഫിൽ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ് എന്നാണ്? കൊടുത്ത ശീലമല്ലുള്ളൂ, എനിക്ക് കിട്ടിയ ശീലം കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെ വലിയ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ലൈഫിൽ സർപ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓർത്ത് വയ്ക്കാൻ ഒരു സർപ്രൈസ് എന്തെങ്കിലും സീരിയസ്ലി എനിക്ക് സർപ്രൈസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സർപ്രൈസിന്റെ എത്രത്തോളം അത് നമ്മുടെ മനസ്സിൽ കയറുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനെ സർപ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫ്രണ്ട്സെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ടെങ്കിലും സർപ്രൈസ് ചെയ്യല്ലേ? എല്ലാരും സർപ്രൈസ് ചെയ്യണം കേട്ടോ. കീർത്തന ചേച്ചിയുടെ ഏറ്റവും നല്ല ആഗ്രഹമാണ് ഞാൻ ഒന്നും കൊടുക്കുന്നത്, സർപ്രൈസ് കൊടുക്കുന്നത് തിരിച്ചു കിട്ടാനോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ചെയ്യുന്നതുണ്ടല്ലോ അത് ഞാൻ 100 ഇട്ടാണ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ അത് കിട്ടുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ? ആരായാലും സർപ്രൈസ് ഭയങ്കര ഒരു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് ആണല്ലോ. ആണ്. അപ്പം പറയാനാണെങ്കിൽ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സിബ്ലിങ്സ് അല്ലെങ്കിൽ സിസ്റ്റർ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടുള്ള ഒരാളാണ് കീർത്തന ചേച്ചി. നിങ്ങൾ വിചാരിക്കുന്ന ആളെ അല്ല. ഇനി നമുക്ക് വേറൊരു കാര്യം, ഈ നമ്മളിപ്പോ നേരത്തെ കമന്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ബോഡി ഷേമിങ് ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വ്യക്തിയാണ് കീർത്തന ചേച്ചി. ആ ഒരു എനിക്ക് തോന്നുന്നു എനിക്ക് പറയാതെ പറയാം അതിനൊക്കെയാണ് ഒരു ട്രോമ അല്ലേ? അതും ഞാൻ മറ്റേ ഒരു ജോഷ് ടോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ട്രോമയ്ക്ക് ഒത്തിരി റീസൺസ് ഉണ്ട്. റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോർമോണൽ ചേഞ്ച് ആയിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഞാൻ കുറച്ചു നാൾ മുമ്പ് വരെ 2 years മുമ്പ് വരെ കേട്ട് കളഞ്ഞ സാധനങ്ങൾ എന്നെ ലൈഫിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം തന്നെ ആയിരിക്കണം, തടി വെച്ചതിന്റെ കാരണം തന്നെ ആയിരിക്കണം. പക്ഷേ ആ തടി പോലും കുറയ്ക്കാനുള്ളൊരു മൈൻഡ് ആയിരുന്നില്ല ആ ടൈമിൽ. വെറുതെ ഇരുന്ന് കരയുക, നമ്മൾ എണീറ്റിരുന്ന് കരയുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഡിപ്രഷൻ എത്രത്തോളം വേഴ്സ് ആണ്. ഞാൻ ഈ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് ആ ഒരു അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ആ ഒരു ഡെപ്ത് അറിയാൻ പറ്റുള്ളൂ. ഈ ബോഡി ഷേമിങ് വന്ന സമയത്ത് ഫാമിലി, അതായത് അമ്മ ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്താ പറഞ്ഞേ? അമ്മ ഇതുവരെ തടി കുറയ്ക്കാനോ തടി കൂട്ടാനോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. തടി കുറയ്ക്കാൻ പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ വന്നു തുടങ്ങിയ സമയത്തോ എനിക്ക് ഇവിടെ ഈ നമ്മുടെ എന്താ പറയാ, ഇതിനെന്താ പറയായിരുന്നു, അല്ലടാ ഇത് ഈ ഡബിൾ ചിൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ശ്വാസം മുട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ടൈം ഉണ്ട്. അതായത് ഞാൻ 78 kg ആയ ടൈം, അതാണ് എൻ്റെ ഏറ്റവും വലിയ വെയിറ്റ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഭാവി ഇങ്ങനെ തടി ഇത്രയും ആയാൽ നമുക്ക് പറ്റത്തില്ല എന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് വരും. അല്ലാതെ അമ്മ ഇതുവരെ അങ്ങനെ ബോഡി ഷേമിങ് ആയിട്ടോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അമ്മ പറഞ്ഞിട്ടില്ല. അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കാരണം ഇത് ഭയങ്കര സിവിയർ ആയിപ്പോയി, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് കിടക്കുമ്പോൾ ശ്വാസം മുട്ട അപ്പൊ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്നൊന്നും അല്ല ഞാൻ തടി കുറയ്ക്കാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ശ്വാസം മുട്ട ഒത്തിരി സീൻ ആയപ്പോഴത്തേക്കും, കാരണം എനിക്ക് ഒത്തിരി ആസ്മാറ്റിക് ആണ് ഞാൻ, അപ്പൊ അത് പ്രശ്നമായ പിന്നെ എനിക്കും ഭയങ്കര സീൻ ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ചതാണ്. ഈ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറെ കമന്റ്സ് ഉണ്ടാവും, എന്തിനാ ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്തതെന്നൊക്കെ. അപ്പം ഏതെങ്കിലും ഒരു കമന്റ് ഇങ്ങനെ ഒരുപാട് കമന്റ്സ് എനിക്ക് തോന്നുന്നു സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കമന്റ് എന്തായിരുന്നു? വിഷമം ഉണ്ടാക്കിയ കമന്റ്, ഫോട്ടോഷൂട്ട്സിനൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഇതേ വന്നിട്ടുള്ളേ, വീഡിയോസിനാണ് കൂടുതലും. ഒരു കമന്റ് എന്തായിരിക്കും ചേച്ചിക്ക് പറയാൻ? ഒരു കോമെന്റ് ഈ പുള്ളിക്കാരനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയത്, ഈ തടിച്ചയാവൻ വേണ്ടാന്ന് വെച്ചതിൽ ഒരു തെറ്റുമില്ലെന്നോ അങ്ങനത്തെ ഒരു വേഴ്സ് ആയിട്ടുള്ളൊരു കമന്റ് ഉണ്ട്. അത് മാത്രമല്ല, പക്ഷെ അതാണ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഇരിക്കുന്നത്. ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, മെലിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷനിലിടാൻ വേണ്ടിയിട്ട്. അല്ല, അപ്പൊ ആ കമന്റ് ഇട്ട ആള് അയ്യോ അത് ചെയ്തത് പണി പാളിയല്ലോ എന്നൊക്കെ വിചാരിക്കും. കാരണം എന്ന് വെച്ചാല് നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് പ്ലേസിലേക്ക് പോയിട്ട് ഒരു സ്പേസ് ഉണ്ട് നമുക്ക്, അത് നമ്മുടെ ഇൻസ്റ്റാലിറ്റി. അപ്പൊ ചോദിക്കും എല്ലാവരും എന്തിനാ പിന്നെ പോസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ നെഗറ്റീവായിട്ട് കാണുന്ന കുറെ ആൾക്കാരില്ലേ, അപ്പൊ അവരോടൊക്കെ എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് കാരണം നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആരാണെന്നുള്ളത് അവരാരാണെന്നുള്ളതാണ് അവർ ആ കമന്റിലൂടെ കാണിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ളത് എന്റെ വീഡിയോസിലൂടെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനായിട്ട് അവരെ പോയി തിരുത്താനോ ഒന്നിനും നിൽക്കാറില്ല. ഭയങ്കര വേഴ്സ് ആയിട്ട് എന്റെ ഫാമിലിനെ വല്ലതും പറയുവാണെങ്കിൽ മാത്രം ഞാൻ പറയും. അത് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കാറൊക്കെ ഉണ്ട്. അച്ഛനെയും അമ്മേനെയൊക്കെ പറഞ്ഞാൽ കൊടുക്കാറുണ്ട്. കാരണം അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവര് വഴിയാണ് നമ്മൾ
ഈ ഭൂമിയിലോട്ട് വന്നത് തന്നെ. അപ്പൊ അവരെ അങ്ങനെ എന്നെ പറഞ്ഞോട്ടെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞോട്ടെ, പക്ഷെ അവരെ പറയുന്നത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ഫാമിലി പറയുമ്പോൾ മാത്രമാണ് കീർത്തന ചേച്ചി ഡൗൺ ആവണേ. എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് പറഞ്ഞ പോലെ എന്നെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എപ്പോഴെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് അമ്മയോടോ സിസ്റ്ററിനോടോ പോയി കരഞ്ഞു പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഞാൻ അമ്മയടുത്ത് അമ്മ ബാ നമുക്ക് ഫണ്ണി കമന്റ്സ് വായിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീട്ടിലൊരു സെഷൻ ഉണ്ട്, ടൈം 7 മണി തൊട്ട് 7:30. അങ്ങനെയൊക്കെ ചിരിച്ചു പറയത്തേ ഉള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര ഹേർട്ടിങ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ഞാൻ അമ്മയായിട്ട് റിപ്ലൈ കൊടുത്തത്. നല്ല നല്ല വീഡിയോ കയറിയായിരുന്നു. എന്തായിരുന്നു അത്? എന്തോ ഒരു അമ്മ അഴിച്ചു വിട്ടേക്കുവാണ്, അവർക്ക് ആ സ്ത്രീക്ക് കണ്ടിട്ടുണ്ട്. അഴിച്ചു വിട്ടേക്കാണോ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ ഒരു മാസ് റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് അഴിച്ചു വിടാൻ എന്താ അങ്ങനെ എന്തൊക്കെയോ എല്ലാവർക്കും എല്ലാരെയും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അമ്മയടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസിന്റെ ഗാർഡനിങ് ടൈം അല്ലേ, വെളുപ്പിനായിരുന്നു ഞാൻ ഉറക്കം എണീറ്റിട്ട് നേരെ, അത് പ്രീ പ്ലാൻഡേ ആയിരുന്നില്ല. ഞാനിങ്ങനെ വായിക്കുക, അമ്മ വീഡിയോ എടുക്കുന്നത് തന്നെ പെട്ടെന്നാണ് കണ്ടത്. പക്ഷെ അമ്മ ആ സമയത്തൊന്ന് പതറിയെങ്കിലും അത് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റി. പക്ഷെ അമ്മ അങ്ങ് കൂളായിട്ട് അങ്ങ് പറഞ്ഞു. എനിക്ക് നെയ്ബേഴ്സ് ആയാലും കണ്ടില്ലേ, അവിടുത്തെ എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അവര് പറയണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഈ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ നാട്ടുകാർ ഭയങ്കര സീന അങ്ങനെയൊക്കെ. പക്ഷെ എന്റെ ആ ഒരു പ്ലേസിന്റെ ഒരു എനർജി ആണോന്ന് അറിയത്തില്ല, നല്ല മനുഷ്യരാണ് അവിടെ ഉള്ള എല്ലാം. നല്ല സീരിയസ്ലി ഇത്രയും നല്ലത് പറയുന്ന സീരിയസ് ആയിട്ട്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ എന്റെ നെയ്ബറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മമ്മി ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര പ്രീ പ്ലാൻഡ് ആണ്, ഒന്നും പറഞ്ഞു പറയിപ്പിക്കുന്ന ഒന്നും അല്ല. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്റെ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, നല്ലതാ മോളെ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേണം നാട്ടുകാരെ എവിടെ ഉണ്ടെന്ന്. ഞാൻ പറയും നാട്ടുകാരെ പറ്റി ഇത്രയും നല്ല അഭിപ്രായം. നല്ല സ്ഥലമാണ്. നമ്മളെ പറ്റി അങ്ങനെ ഭയങ്കര മോശമായിട്ടൊന്നും അങ്ങനെ ഒന്നും പറയുന്ന ആൾക്കാരെ അല്ല. എല്ലാവർക്കും അവരുടെ അതാണ് ജോലിയുള്ളതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ആയിരിക്കണം. അവരവരുടെ കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്, മറ്റുള്ളവരുടെ കാര്യം തിരക്കാൻ ടൈമില്ല, പറയാനും വയ്യ. ഇപ്പം ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും ഒരു റിലേഷൻഷിപ്പിന്റെ വീഡിയോ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? റിലേഷൻഷിപ്പ് എനിക്ക് ഇപ്പോഴേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ. ലവ് അഫേഴ്സ് എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും പബ്ലിക് ആക്കണം. ഇപ്പൊ നിലവിൽ ഒന്നും പറയാനും താല്പര്യമില്ല, ഒന്നും ഇല്ല എന്നാണ് കീർത്തന ചേച്ചി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനല്ല. എന്താണ് ഈ കൺസെപ്റ്റ്, എന്തൊക്കെ കൺസെപ്റ്റ് ആണുള്ളത്? കൺസെപ്റ്റ് ഒന്നുമില്ല, മനസ്സിലാക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ബിറ്റ്വീൻ. പിന്നെ എന്താ, എന്നെ പോലെ തന്നെ പ്രോഗ്രസീവ് ആയിരിക്കണം മൈൻഡ്. അത്രേ ഉള്ളൂ. വേറെ ഒരു റെസ്ട്രിക്ഷൻസ് വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ. അതാണ്, എന്റെ വീട്ടിൽ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പൊ അതേപോലത്തെ ഒരു നല്ല സുന്ദരന്മാരിൽ നിന്നും വിവാഹാലോചന ചുമ്മാട. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് കുറെ പേര് വന്നാലോ, അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പം ഒരു പ്രപ്പോസൽ വെച്ച് ഓക്കെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാല് ഒന്നും ചെയ്യത്തില്ല. അല്ല, കുറെ നാളൊക്കെ എന്താ പറയാ, ഒരു അല്ലേ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാവും എന്നുള്ളൊരു മൈൻഡാണ്. അത് ഞാനിപ്പോ ഫ്രണ്ട്ഷിപ്പിലായാലും ഈ പറയുന്ന ഈ ക്ലോസ് ഫ്രണ്ട്സ് ആയെന്ന് പറഞ്ഞില്ലേ, ഒബ്സർവ് ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ടാണ് ഭയങ്കര ക്ലോസ് സ്പേസിലോട്ട് ആഡ് ചെയ്തത്. ഇത്രയും സ്റ്റഡി നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിനെ ഒരാൾ പോലും ഡിസ്ട്രോയ് ചെയ്യരുത്. ശരിക്കും എല്ലാവരോടും എനിക്കുള്ള ഒരു അഭിപ്രായമാണ്. നമ്മൾ ഒരാളെ കണ്ട് പെട്ടെന്ന് എൻ്റെ അതേ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും വീടരുത്. ഒത്തിരി സ്റ്റഡി ചെയ്ത് ഓവർ കുളമാക്കണമെന്നല്ല, ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു വൈബുമായിട്ട് സെറ്റ് ആവണം. ഇപ്പൊ നമ്മൾ അവർക്ക് ഇടുന്ന ഒരു 100 പോലെ 50 എങ്കിലും അവർ തിരിച്ചിടുന്ന ആൾക്കാരായിരിക്കണം തോന്നിയ സെറ്റാണ്. അത്രയുള്ള വൈബിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ മുൻഗണന അല്ലേ ചേച്ചി? ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ ഈ സിനിമയിലൊക്കെ ചാൻസ് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതും കൂടെ കൊണ്ടുപോകണം, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇൻഫ്ലുവൻസിങ് ചെയ്യുമല്ലേ, അതേപോലെ എനിക്ക് അതിനോടുള്ളൊരു ടൈം ഇല്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഒരു ചാൻസ് ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ എനിക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ഓക്കെ ആണ് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് അല്ലേ?
കാരണം ഇപ്പം സീരിയൽ ആണെങ്കിലും സിനിമ ആണെങ്കിലും നമ്മുടെ എന്താണോ നമുക്ക് കിട്ടുക അത് നമ്മൾ കോൾസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ പോവാത്തെ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെയ്യുന്നെങ്കിൽ ഒരു നല്ലൊരു മൂവി ചെയ്യണം, ഒറ്റൊരെണ്ണം മതി. എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, ഒരു നല്ല ആൾക്കാർ ഓർത്തു വെക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഈ ഒരു വാട്ടർ പാക്കറ്റ് ആയാലും ഞാൻ എന്റേതായ ഒരു സിഗ്നേച്ചർ ആ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരു ഇമ്പാക്ട് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നേ ഉള്ളൂ. ഈ വാട്ടർ പാക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണ്. ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റ്സ് 5 or 6 മാത്രമുള്ള ഒരു വീഡിയോ ആണത്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഒത്തിരി പേര്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ട് അഭിപ്രായം ഫോണിൽ കൂടെ വിളിച്ചൊക്കെ പറയുന്നത് ഒത്തിരി പേര്. ഈവൻ ഫിലിം ഫീൽഡിലുള്ളവർ പോലും, ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമുക്ക്, അവർ പോലും മെസ്സേജ് ആയിട്ടും കോൾസ് ആയിട്ടൊക്കെ വിളിച്ചിട്ട് അഭിനന്ദിച്ചായിരുന്നു. കാരണം എന്താ പറയാ, ആ അപർണ ചേച്ചിയുടെ അതേ എന്താ പറയാ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ അതേപോലെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ സിനിമയൊന്നും. എങ്ങനെ ആ ഒരു പാട്ട് അതനുസരിച്ച് ചെയ്യുന്ന എങ്ങനെയാ? അത് അവിടുത്തെ ആ ആൾക്കാരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ ആ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ഒരു പ്രഷറിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതും ഇത്രയും പോസിറ്റീവ് എൻവയോൺമെന്റിൽ നിന്ന് വീഡിയോ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? കാരണം നമ്മുടെ ഒരു ഫേസിലെ ആയാലും ഒരു മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആണ്. അതേ ഒരു ഇമ്പാക്റ്റ് ആണ് എനിക്ക് അവിടെ ഉണ്ടായത്. മീൻസ് നമുക്ക് രണ്ടുപേർക്കും അവിടെ ഉണ്ടായത്. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി. അത് വെച്ചാൽ സാരിയൊക്കെ താഴെ കിടന്ന മക്കളെ അതെടുത്ത് കുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള. അപ്പൊ അത്രയും അവരുടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള നോട്ടങ്ങളോ അവർ ഭയങ്കര കൗതുകത്തോടെയാണ് നോക്കുന്നത്. ആ ലുക്സിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത്രയും നല്ല എൻവയോൺമെന്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വരും. ഇപ്പൊ നമ്മള് പെമ്പിള്ളേർക്ക് ആൾക്കാർ സ്റ്റെയർ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാവത്തില്ല. അത് നല്ല സ്റ്റെയറിങ് ആണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് വരത്തില്ല. അതേപോലെ തന്നെയാണ് ഒരു കാര്യങ്ങളും. എനിക്കൊന്നും ഫാമിലി സപ്പോർട്ടാണ് എനിക്ക് കൂടുതലുള്ളത് അല്ലേ ചേച്ചിക്ക്? എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സിനിമ കിട്ടിയെന്ന് വിചാരിച്ചോ, അല്ല ആദ്യത്തെ ഒരു സിനിമ കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പൊ ആരുടെ കൂടെ ആയിരിക്കും അഭിനയിക്കാൻ താല്പര്യം? ചോദിച്ചാ ടോട്ടലി എനിക്ക് വിജയ് സേതുപതിയാണ് ഇഷ്ടം. പിന്നെ ഹോളിവുഡിൽ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഭയങ്കര സെലിബ്രിറ്റി ക്രഷ് എന്ന് പറയുന്നത് റെജി ജോൺ പേജ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ്. ഭയങ്കര ഇഷ്ടം. ഞാനിത് എത്ര പേരോട് പറയും. അമ്മയ്ക്കും അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള അമ്മ നല്ല നല്ല കഴിവുള്ള, ഇവിടെ മൊത്തത്തിൽ നമ്മളൊരു കഴിവുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര കഴിവുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മ വരയ്ക്കൊക്കെ ചെയ്യണം. അമ്മ വരയ്ക്കും, പാടും. കുഞ്ഞമ്മയാലും നന്നായിട്ട് പാടും, വരയ്ക്കും ഒക്കെ ചെയ്യും. എനിക്ക് അമ്മയുടെ ഒരു എന്താ പറയുക അഭിനയമാണെങ്കിലും വീഡിയോസിലൊക്കെ പ്രസന്റ് ചെയ്യുമല്ലോ അമ്മേനെ. അപ്പം ഒരുപാട് പേരത് കാണാനിരിക്കുന്നുണ്ട്. അപ്പം അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് അമ്മ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ചേച്ചി? സന്തോഷമുള്ള ഇന്നും കൂടെ ഇങ്ങനെ ആലോചിച്ചുള്ളൂ അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം. അമ്മ ടീച്ചറല്ലേ, അപ്പം മലയാളം പഠിപ്പിക്കാനും ഒരു ചാനൽസ് ഒക്കെ കുറച്ചുകൂടെ ഇപ്പം ഭയങ്കര എല്ലാം ഓൺലൈൻ അല്ലേ. അപ്പൊ അങ്ങനെ അമ്മേനെ ഇങ്ങനെ ഞാൻ പറയാം, എനിക്ക് ചുറ്റുമുള്ളവരെ ഞാൻ വളരുന്നതിന് കൂടെ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് അമ്മേനെ ഇങ്ങനെ ഇന്ന് ഏതൊരു ഗാർഡനിങ് വ്ളോഗ്സ് അല്ലെങ്കിൽ ഈ ടീച്ചിങ് ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ എനിക്കുണ്ട്. വരെയൊക്കെ ചെയ്യും. എൻ്റെ നല്ല വഴക്ക് കിട്ടിയിട്ടായിരിക്കും ലാസ്റ്റ് ടേക്ക് ഓക്കെ നിങ്ങൾ കാണുന്ന ലാസ്റ്റ് ടേക്ക് ആയിരിക്കും അനുഭവിക്കുന്നത്. അല്ല, ഈ സാധന ടീച്ചറിന്റെ മക്കളാകുമ്പോ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ഉണ്ടാവാറുള്ളതാണ്. ഇവിടെ എന്താ അതില്ലാത്ത? ഉണ്ട്. നമുക്ക് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു 12th വരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലോട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്കുമാണ് അമ്മ ആ ഒരു 18 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പാരന്റിങ് സിസ്റ്റം ആയിരുന്നു. 18 കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എന്നുള്ള ഒരു അത് നല്ലൊരു പാരന്റിങ് ആണല്ലോ. നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആവും. നമുക്ക് ഏതൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ഇതാണ് ആണ്. അപ്പം ഇനിയും അങ്ങനെ ഒരു ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അതാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യാത്തത്. കാരണം അല്ലേ, അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചിപ്പം എന്ത് പറഞ്ഞല്ലേ എനിക്ക് നോ വെറി എന്നുള്ള രീതിയിൽ നിൽക്കുന്നേ. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിങ്ങനെ കാണിച്ചു തരാറുണ്ടോ ഈ കമന്റ്സ് നോക്കും, ഈ കമന്റ്സ് നോക്കുന്നു? കാരണം എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ചിലയിടത്ത് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ മേക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും പറഞ്ഞു ഈ മോളെ അങ്ങനെ വീഡിയോയിൽ കമന്റ് വന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ അതിനിപ്പോ എന്താ ഇതൊക്കെ എല്ലാവർക്കും വരുന്നത്, എല്ലാവർക്കും വരുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ ഏതൊരു കമന്റ് ബോക്സ് എടുത്താലും ഞാൻ പറഞ്ഞില്ലേ ഈ സോ കോൾഡ് ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം പുറത്തോട്ട് പോകാൻ നിൽക്കല്ലേ, എന്താണ് അതിന്റെ വിശേഷങ്ങൾ? അത് ഒരു ട്രാവൽ ഏജൻസിയുടെ പ്രൊമോഷനാണ്. ഒരു 4 days മലേഷ്യ ട്രിപ്പ്.
അപ്പൊ അടിച്ചു പൊളിക്കണം. മലേഷ്യയിൽ ഫസ്റ്റ് ട്രിപ്പാണോ മലേഷ്യയിലേക്ക് പോകണം? അതെ അതെ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഞാൻ എക്സൈറ്റഡ് ആയ എന്തെങ്കിലും കുളമാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റേതായ കാര്യങ്ങളിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി അങ്ങ് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഒന്ന് പാക്ക് പോലും ചെയ്തിട്ടില്ല. 8 മണിക്ക് എനിക്ക് പോകണം. അപ്പോൾ ഓക്കെ, അപ്പം ഇനി അങ്ങോട്ട് എന്താ പറയുക, ഒരുപാട് ട്രാവലിംഗ് ഉണ്ടാവട്ടെ. ഇതുപോലെ ഒരു ഫാമിലി കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു കീർത്തന ചേച്ചിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അമ്മയും അനിയത്തിനെ ഇനി എന്താ പറയുക സ്ക്രീനിൽ കാണാൻ പറ്റും. വിചാരിക്കണം, ഭയങ്കര ഇൻട്രോവേർട്ടാ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻട്രോവേർട്ട് ആണ് ആള്. ഒട്ടും അഭിനയിക്കാൻ വരില്ല. ഒട്ടും പണ്ടൊക്കെ നമ്മൾ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമ്പോൾ സലിം കുമാറിന്റെ റോൾസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആൾ എനിക്ക് തോന്നുന്നു ആ ഏജ് കൂടിയപ്പോഴത്തേക്ക് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയാലും ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യത്തില്ല, എന്റെ കൂടെ ചെയ്യണം എന്ന് പറയത്തില്ല, നമുക്കിങ്ങനെ ചെയ്യാം. അപ്പൊ ആൾക്കും ചിലപ്പോൾ മൂടുള്ള ചേച്ചി നമുക്ക് ഡാൻസ് കളിക്കാം ഇന്ന് ഇങ്ങോട്ട് പറയുമ്പോഴാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി കിട്ടിയതാണെങ്കിൽ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞ ലക്കാണ് ശരിക്കും. അപ്പം അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇനിയൊരു എന്താ പറയാ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ്, ഇപ്പൊ തന്നെ ഒരു വലിയ ഇൻഫ്ലുവൻസർ ആണ് ശരിക്കും. പക്ഷേ ആവണം, എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ എത്തട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ കീർത്തനേച്ചി താങ്ക് യു.